ഹായ്, എല്ലാവർക്കും നമസ്കാരം. പച്ചത്തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന മീൻകറിയാണ് ആലപ്പുഴക്കാരുടെ ശീലം. അയലയും മത്തിയും വറ്റയും എല്ലാം തന്നെ അങ്ങനെയാണ് വെക്കാറ് പതിവ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനത്തെ ഒരു അയലക്കറിയാണ്. വളരെ സിമ്പിളായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കഴുകി എടുക്കുന്നതിന് മുമ്പ് ഇതിന് വേണ്ട കുടംപുളി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. 2 പീസ് കുടംപുളിയാണ് ഞാൻ വാഷ് ചെയ്ത് വെള്ളത്തിലിട്ടിരിക്കുന്നത്. നമുക്ക് അയില നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക്. 6-7 ചെറിയ ഉള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 7-8 വെളുത്തുള്ളി കാണും. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെയുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. മുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇടാം, കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ. ഉപ്പ് 1 ടീസ്പൂൺ. പിന്നെ കുറച്ച് കറിവേപ്പില. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയലയിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ചില നേരങ്ങളിൽ നമ്മൾ അരപ്പ് തിളച്ചതിന് ശേഷമാണ് മീനിൻ്റെ പീസസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുടംപുളി കുതിർന്ന് വന്നിട്ടുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 3-4 പച്ചമുളക് നമുക്ക് കീറിയതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും എല്ലാം ചേർത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകാണോ നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റി സ്റ്റൗ ഓൺ ചെയ്യാം. മൂടി വെച്ച് നമുക്ക് കുറച്ച് സമയം കുക്ക് ചെയ്യാം. മീൻകറി നന്നായിട്ട് തിളച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തീ കുറച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കുന്നതിനായിട്ട് നമുക്ക് കടുക് താളിച്ചെടുക്കാം. വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി തീർന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറിയതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട ഉടനെ തന്നെ നമുക്ക് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന മീൻകറിയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് കുറച്ച് സമയം കൂടെ നമുക്ക് അടുപ്പിൽ വയ്ക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്ര സിമ്പിളാണ് നമ്മുടെ അയിലക്കറി ഉണ്ടാക്കാനായിട്ട്. ആലപ്പുഴ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചില സമയങ്ങളിൽ കടുക് താളിക്കാണ്ട് വെളിച്ചെണ്ണ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയും ചില സമയങ്ങളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും